2021 ഡിസംബറിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന രാംനാഥ് കോവിന്ദ് കേരളത്തിൽ വന്നപ്പോഴും മേയർ കാണിച്ചത് യദുവിനോട് കാണിച്ച അതേ ഹുങ്ക്. അന്ന് മുരളീധരൻ പറഞ്ഞ വാക്കുകൾ ഇന്നും വൈറലാവുന്നു. രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിലേക്ക് കാറും കൊണ്ട് അതിക്രമിച്ചു കയറാണ്, അതിന് വിവരമില്ല. മേയർ ആര്യക്കെതിരെ കെ മുരളീധരൻ പറഞ്ഞത്. വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ മേയർ ആര്യ രാജേന്ദ്രനും ഉണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം പുറപ്പെട്ടതിന് ശേഷമാണ് മേയറുടെ വാഹനം വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയത്. രാഷ്ട്രപതിക്കൊപ്പം പൂജപ്പുരയിലെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതിനാൽ മേയർ VVIP വാഹനവ്യൂഹത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ച രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിന് സമാന്തരമായി തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള ഭാഗം മേയറുടെ വാഹനം സഞ്ചരിച്ചതായും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. ജനറൽ ആശുപത്രിക്ക് സമീപം വെച്ച മേയറുടെ വാഹനം രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിലെ 8ാമത്തെ കാറിന് മുന്നിലായി കയറി. പുറകിലുള്ള വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്കിട്ടതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു. 14 വാഹനങ്ങളാണ് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിലുണ്ടായിരുന്നത്. അതേസമയം നടുറോഡിലുണ്ടായ തർക്കത്തിലെ നിർണായക തെളിവ് പരിശോധിക്കാൻ പോലീസിന് താൽപര്യമില്ല. തിരുവനന്തപുരം ഡിപ്പോയുടെ RPC 101 എന്ന KSRTC ബസ്സിൽ 3 നിരീക്ഷണ ക്യാമറകളാണുള്ളത്. മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഈ പറയുന്ന 3 ക്യാമറകളിലുമുണ്ട്. ഈ ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കുവാനും ചിലർ നീക്കം നടത്തുന്നുണ്ട്. KSRTC അടക്കം ഈ ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയാണ് മേയറെ രക്ഷിക്കാനായി. ഇതിന് പിന്നിൽ അട്ടിമറി സാധ്യത തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ചർച്ചയാക്കുന്നത്. മേയർക്കും ഭർത്താവിനും എന്തും കാണിക്കാം, അത് ക്യാമറയിൽ പതിഞ്ഞാൽ പോലും അതിലെടിയെ നടപടിയെടുക്കില്ല. പക്ഷെ ഒരു സാധാരണക്കാരനാണ് ഇത് ചെയ്തതെങ്കിൽ ഇതിനു മുന്നേ അവൻ അകത്തായേന്, ജാമ്യം പോലും കിട്ടാതെ. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് ഈ ക്യാമറയെക്കുറിച്ച് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം മേലുദ്യോഗസ്ഥരിൽ നിന്ന് റിപ്പോർട്ട് തേടിയത്. ബസ്സിനുള്ളിലിരുന്ന ചിലരെടുത്ത വീഡിയോ നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്തിരുന്നു. മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണ് യദു ഓടിച്ച ബസ്. മുന്നിലും പിന്നിലും ബസ്സിനുള്ളിലും ക്യാമറകളുണ്ട്. ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും. ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കിവിട്ടതെന്ന തെളിവ് ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാകാം. ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട്. ഇവ പരിശോധിച്ചാൽ തന്നെ സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകും. എന്നാൽ പോലീസിന് ഇതിൽ താല്പര്യമില്ല. MLAയും മേയറും ഭരിക്കുന്ന പാർട്ടിയും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പോലീസ് ഇതിലിടപെടുന്നത്? ബസ്സും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടിയെന്നതും ആരാണ് പ്രശ്നമുണ്ടാക്കിയെന്നതും ഈ ക്യാമറ പരിശോധിച്ചാൽ വ്യക്തമാകും. എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തൽക്കാലം പുറത്തു വിടേണ്ട എന്നാണ് KSRTCക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. KSRTC താൽക്കാലിക ഡ്രൈവർ HL യദുവിനെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. യദുവിനെ ഇനി തിരിച്ചടിക്കില്ല. താൽക്കാലിക ജോലി ആയതുകൊണ്ട് തന്നെ നിസ്സാരമായി ഡ്രൈവറെ പുറത്താക്കാൻ KSRTCക്ക് കഴിയുകയും ചെയ്യും. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ അന്നം മുട്ടിയപ്പോൾ മേയറമ്മയുടെ നെഞ്ചിലെ കല്ലിറങ്ങി കാണും.